സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമം വർദ്ധിക്കുമ്പോൾ സ്വയം പ്രതിരോധം ഒരുക്കാൻ പിന്തുണയുമായി ജനമൈത്രി പോലീസിന്റെ ആർച്ച പരിശീലനം. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം ജനമൈത്രി പോലീസുമായി സഹകരിച്ച് സ്കൂളിൽ പരിശീലനം സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പല സ്ത്രീകൾക്കും ഒച്ചത്തിൽ കരയാൻ പോലും പല സ്ത്രീകൾക്ക് അറിയില്ല. നമ്മുടെ വഴിയിൽ കൂടി നടന്നു ഒരു പട്ടി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഒച്ച വെച്ച് കരഞ്ഞ ചിലപ്പോൾ ആളുകൾ കേൾക്കും. ഈ ഒച്ച കൊണ്ട് ആ പട്ടി തിരിഞ്ഞു പോകും. ഈ ഒച്ച വെച്ചിട്ട് കരയാനോ ഒന്ന് ശബ്ദത്തിൽ കൂക്കി വിളിക്കാൻ പോലും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇപ്പം കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും മൊബൈലിനാണ് കുറ്റം പറയാം. കാരണം മൊബൈലോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ കാണാനാണ് 90%. 10% വോയിസ് മെസ്സേജിലേക്ക് വരുന്നത്. എന്തായാലും ഒരു സെൽഫ് ഡിഫൻസ് നമ്മൾക്ക് എല്ലാവർക്കും നല്ല കഴിവുകളും പവറും ശക്തിയും ഒക്കെ നമ്മൾക്കുണ്ട്. പക്ഷെ അത് സാന്ദർഭികമായിട്ട് നമ്മൾക്ക് മനസ്സിൽ നിന്ന് നമ്മുടെ ഭൗതികമായ ഫിസിക്കലായിട്ടുള്ള അവയവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടത്. അതിനുള്ളൊരു ട്രെയിനിങ് ആണ് നമ്മൾക്ക് തരുന്നത്. ഇതൊരു ഡിഫൻസ് ആണ്, നോട്ട് ഫോർ ഒഫൻസ്. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന എന്തെങ്കിലും ഒരു അക്രമത്തെ തടയുക വേണ്ടിയാണ് ഇത് തരുന്നത്, അല്ലാതെ അങ്ങോട്ട് പോയി അടിക്കാനുള്ളതല്ല. സ്ത്രീകളും കുട്ടികളും അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേരള പോലീസ് ആർച്ച പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിലൂടെ പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ക്ലാസുകളും അക്രമകാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പരിശീലനവും നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വയം പ്രതിരോധം വെച്ചാൽ എന്താ? അതിനൊരാൾ പഠിച്ചു ചേർന്നോ നമുക്ക്? പിന്നെ സെൽഫ് ഡിഫൻസ് ക്ലാസ് എവിടേക്കോ എന്തൊക്കെയോ നമുക്ക് ഉണ്ടല്ലേ, അതൊന്നും പുറത്തോട്ട് വരുന്നില്ല. അതാരെങ്കിലും കുഴപ്പമാണോ? അല്ലേ? നമ്മുടെ തന്നെ കുഴപ്പമില്ലേ? നമുക്ക് കഴിവുണ്ട് ആദ്യം ആര് പറയണം? നമ്മളോട് പറയണം അല്ലേ? NSS വളണ്ടിയർമാരായ പെൺകുട്ടികൾക്കാണ് സ്വയം പ്രതിരോധ പരിശീലനം നൽകിയത്. സിവിൽ പോലീസ് ഓഫീസർമാരായ മഹിത, സെറീന, സൗമ്യ, സംഷീറ, ഫൗസിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥിനികൾക്ക് പരിശീലനം നൽകിയത്. പരിശീലനം നേടിയ വിദ്യാർത്ഥിനികളുടെ സഹായത്തോടെ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥിനികൾക്കും പരിശീലനം നൽകാനുള്ള ശ്രമം നടത്തുമെന്ന് മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് പറഞ്ഞു. വാർഡ് കൗൺസിലർ P. ശ്രീജ അധ്യക്ഷയായി. പ്രിൻസിപ്പാൾ MP പ്രീതി, മദർ PTA പ്രസിഡന്റ് M. ചന്ദ്രലേഖ, മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ ഇസ്മായിൽ ഹാജി, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ വിജേഷ്, NSS കോർഡിനേറ്റർ K. സജിന, സ്റ്റാഫ് സെക്രട്ടറി KP ശ്രീജ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.